ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് 2024 ജൂൺ മാസം PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അതിന്റെ പാർട്ട് 1 ആണ് നമ്മൾ നോക്കുന്നത്. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിലുള്ളതായിരിക്കാം. കാരണം നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഈ PSC ബുള്ളറ്റിനുള്ളത്. എങ്കിൽ പോലും നമുക്കൊരു റിവിഷന് വേണ്ടിയിട്ട്, ഫാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ബുള്ളറ്റിനുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം. അതിന് മുന്നേ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത്. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വിസിബിൾ ആയിരിക്കുക. അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ സിൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് PSC ബുള്ളറ്റിന് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത്. അവാർഡ്സും അപ്പോയിൻമെൻറ്റ്സും എല്ലാം സെപ്പറേറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും റിവൈസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവാർഡ്സിലേക്ക് പോവാം. 2024 ജൂണിൽ 2024 പ്രഖ്യാപിക്കപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ക്യാൻ ചലച്ചിത്ര അവാർഡ് അല്ലേ. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പായൽ കപ്പാടിയെ സംവിധാനം ചെയ്ത, പായൽ കപ്പാടിയ എന്നുള്ള ഒരു പേര് ഓർത്തിരിക്കുക. പായൽ കപ്പാടിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. പായൽ കപ്പാടിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, പായൽ കപ്പാടിയ എന്നുള്ള ഒരു പേര് ഓർത്തിരിക്കുക. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ഓർത്തിരിക്കുക. 77ാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിനാണ് അർഹമായത് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ പായൽ കപ്പാടിയ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിതെന്നുള്ള ഓർത്തിരിക്കുക. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഷാജിയൻ കരുണിന്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. പായൽ കപ്പാടിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. പായൽ കപ്പാടിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവനാണ് ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് വ്യക്തികളാണ് പായൽ കപ്പാടിയ, അതുപോലെ തന്നെ സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി ബഹുമതിയാണ് ഛായാഗ്രാഹകനായിട്ടുള്ള സന്തോഷ് ശിവന് ലഭിച്ചിട്ടുള്ളത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഇദ്ദേഹം എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ പായൽ കപ്പാടിയെ മറക്കരുത്, സന്തോഷ് ശിവനും മറക്കരുത്. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസൂയ സെൻഗുപ്ത. ഷെയിംലെസ് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അനസൂയ സെൻഗുപ്തയും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. അപ്പൊ അടുത്ത വ്യക്തിയെ ഓർത്തിരിക്കുക, അനസൂയ സെൻഗുപ്ത. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് അനസൂയ സെൻഗുപ്ത. ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ്. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് അനസൂയ സെൻഗുപ്ത എന്നുള്ള ഓർത്തിരിക്കുക. അപ്പൊ സന്തോഷ് എന്നുള്ള പേര് ഓർത്തിരിക്കുക, പായൽ കപ്പാടി ഓർത്തിരിക്കുക, അനസൂയ സെൻഗുപ്ത. പായൽ കപ്പാടി എന്താണ് പറഞ്ഞത്? പായൽ കപ്പാടിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായി. സന്തോഷ് ശിവൻ കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി ബഹുമതി നേടി. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ. പിന്നെ അനസൂയ സെൻഗുപ്ത ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. അപ്പൊ ഈ 3 പേരുകൾ വളരെ പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതി അർഹമായി. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എയർപെൻബെക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായേൽ ഹോഫ്മാൻ ആണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പെന്നും ബുക്കും എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജർമ്മൻ എഴുത്തുകാരിയാണ് ജെന്നി എയർപെൻബെക്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയ്റോസ് എന്ന കൃതിയാണ് അർഹമായത്. കെയ്റോസ് കൃതി ഓർത്തിരിക്കണേ, കെയ്റോസ് ആണ്. കെയ്റോസ് എന്ന കൃതിയാണ് അർഹമായത്. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എയർപെൻബെക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായേൽ ഹോഫ്മാൻ ആണെന്നുള്ളതും അറിഞ്ഞിരിക്കുക.
ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഉണ്മ, ബി ഇന്ദിര. ഉണ്മ പുരസ്കാരം ബി ഇന്ദിര. അവാർഡ്സ് ഒക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്കൊരു ലാസ്റ്റ് ടൈമിൽ നമ്മുടെ കയ്യിലുള്ള നോട്ട് തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഒരുപാട് സോഴ്സിലേക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ കയ്യിലുള്ള ഒരു പുസ്തകം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ എക്സാം ടൈമിലൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും അത് നോക്കി പഠിക്കാനായിട്ട്. കുറേ പുസ്തകങ്ങളുടെ പുറകെ പോവാതെ നമ്മുടെ കയ്യിലുള്ള ബുക്ക് നോക്കി പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ബുക്സ് ആണെങ്കിലും അതുപോലെ ഇൻഡെക്സുകളാണെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മാറിയാലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് കൃത്യമായിട്ട് ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ കയ്യിൽ എപ്പോഴും ഒരു ബുക്ക് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്? ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം കിട്ടിയത് ബി ഇന്ദിര. ഉണ്മ ഇന്ദിര. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ്. രാമു കാര്യാട്ട് എം മുകുന്ദന്. രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദനാണ്. അപ്പൊ 2 പറഞ്ഞു. ഉണ്മ പുരസ്കാരം ബി ഇന്ദിര, രാമു കാര്യാട്ട് അവാർഡ് എം മുകുന്ദനാണ്. അടുത്തത് മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം കിട്ടി. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം കിട്ടി. അപ്പോൾ അതും ഓർത്തിരിക്കുക. അപ്പോൾ ഉണ്മ സാംസ്കാരിക പുരസ്കാരം അക്ഷരദക്ഷിണ പുരസ്കാരം കിട്ടിയത് ബി ഇന്ദിര, രാമു കാര്യാട്ട് അവാർഡ് എം മുകുന്ദൻ, മേജർ രാധിക സെന്നിന് കിട്ടിയത് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് അപ്പോയിൻമെന്റ്സ് ആണ്. അപ്പോൾ അവാർഡ്സ് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പായൽ കപ്പാടിയ, സന്തോഷ് ശിവൻ, അനസൂയ സെൻഗുപ്ത, പിന്നെ നമ്മൾ കെയ്റോസ് എന്ന കൃതിക്ക് ജർമ്മൻ എഴുത്തുകാരിയെ ജെന്നി എർപ്പൻബെക്കിന് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം, പിന്നെ ഉണ്മ പുരസ്കാരം ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം ബി ഇന്ദിര, രാമു കാര്യാട്ട് എം മുകുന്ദൻ, മേജർ രാധിക സെന്നിന് കിട്ടിയത് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം, അതും ഓർത്തിരിക്കുക. ഇനി അപ്പോയിൻമെന്റ്സ് ആണ് നോക്കുന്നത്. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായി ചുമതലയേറ്റത് ആരാണ്? ഗുർചരൺ സിംഗ് എന്നുള്ള പേര് ഓർത്തിരിക്കുക. എന്താണ്? NDA ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡർ. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡന്റായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ആണ് ചുമതലയേറ്റത്. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡന്റായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ആണ് ചുമതലയേറ്റത്. ഇനി അച്ചീവ്മെന്റ്സ് നോക്കാം. ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി അല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കാമ്യ കാർത്തികേയൻ. ഓർക്കുന്നുണ്ടല്ലോ ക്ലാസ്സിൽ പറഞ്ഞത് കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ്. അപ്പൊ കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി എന്നുള്ളത് ഓർത്തിരിക്കുക. ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയായി എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ അച്ചീവ്മെന്റ്സിൽ നോക്കുന്നത് കേട്ടോ. ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി, കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. രണ്ടും ഓർത്തിരിക്കുക. ഇനി സ്പോർട്സിലേക്ക് വരാം. 2024 പുരുഷ IPL കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. തോൽപ്പിച്ചത് ആരെയാന്ന് ചോദിക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. 2024 പുരുഷ IPL കിരീടം കിട്ടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഹൈദരാബാദിനെ, സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് തോൽപ്പിച്ചത് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. വിരാട് കോഹ്ലി IPL-ൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോൾ അടിച്ചതും ഛേത്രിയാണ്. 158 മത്സരം കളിച്ച താരം 94 ഗോൾ അടിച്ചു. അടുത്തത് ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം കിട്ടി. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. വിരാട് കോഹ്ലി IPL-ൽ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റണിൽ കിരീടം ലഭിച്ചു. അതും ഓർത്തിരിക്കുക. ഇനി ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി.
ദീപ്തി ജീവൻജി. പേര് ഓർത്തിരുന്നോളൂ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. അടുത്തത് ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്ര ജീവികളെ കണ്ടെത്തി എന്നുള്ള കാര്യവും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. സ്പോർട്സ് കഴിഞ്ഞു. അടുത്ത പോയിന്റ് ഇതാണ്. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്ര ജീവികളെ കണ്ടെത്തി എന്നുള്ള ഒരു ഫാക്ട് കൂടെ അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, ഇനി ചരമമാണ് നമ്മൾ നോക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. പേര് ഓർത്തിരുന്നോളൂ. ഇബ്രാഹിം റൈസി എവിടുത്തെ പ്രസിഡന്റ് ആണെന്നുള്ള രീതിയിലൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇറാൻ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം റൈസി. ഇറാൻ പ്രസിഡന്റ് ആണ് ഇബ്രാഹിം റൈസി. അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത്, ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അപ്പോൾ രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു. അപ്പൊ അതും കൂടെ കൂട്ടത്തിലൊന്ന് ഓർത്തിരുന്നോളൂ. പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് ആരാന്ന് ചോദിക്കാം. മിമിക്രി കലാകാരനും സിനിമ സീരിയൽ നടനുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. പയ്യപ്പാടി കല്ലുവേലിപ്പറമ്പിൽ കോട്ടയം സോമരാജ് മിമിക്രി കലാകാരനും സിനിമ സീരിയൽ നടനുമാണെന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ പാർട്ട് 1 ഉടനെ തന്നെ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സും അതുപോലെ PSC ബുള്ളറ്റിനും കൂടെ ഒരുമിച്ച് ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് പോകാം. എല്ലാവരും മാക്സിമം ക്ലാസ്സുകൾ മുടങ്ങാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ അഡാ 247 മലയാളത്തിൽ നിങ്ങളിപ്പോൾ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതായത് കേരള PSC, SSC, റെയിൽവേ, ബാങ്ക്, അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കേരള മെഗാ പാക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അതും എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്തിൻ്റെ സെയിൽ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഡബിൾ വാലിഡിറ്റിയാണ് കിട്ടുന്നത്. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നത് എന്താണ് 2 വർഷത്തേക്ക് കിട്ടുകയാണ്. അപ്പോൾ കേരള PSC, SSC, ബാങ്ക്, റെയിൽവേ അങ്ങനെ ഒരുപാട് എക്സാംസ് ഒരൊറ്റ പാക്കിൽ നമുക്ക് അവൈലബിൾ ആവുകയാണ്. നല്ല ലാഭമാണ് കേട്ടോ ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ ഡബിൾ വാലിഡിറ്റിയുള്ള സമയത്ത് നിങ്ങൾക്ക് അത് വാങ്ങാം. അത് ഒറ്റയ്ക്കല്ല, ഇനി സെപ്പറേറ്റ് വാങ്ങാനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റ്, SSC, കേരള ബാങ്ക്, അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് ഏതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോഴ്സ് ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. LDC ആണെങ്കിലും എന്താണ്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോഴാണെങ്കിൽ ഡബിൾ വാലിഡിറ്റി ഉണ്ട്, മന്തിൻ്റെ ഓഫറാണ്. അപ്പോൾ ഓഫർ തീരുന്നതിനേക്കാൾ മുന്നേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് സ്റ്റോർ എന്നുള്ള ഓപ്ഷനിൽ പോവാം. കേരള മെഗാ പാക്ക് അതാണ് വാങ്ങുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതാണോ വാങ്ങുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനും സാധിക്കും. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അടുത്ത സെഷനായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്